പ്രശ്നം? ഈ എക്സ്പെരിമെന്റ് ആദ്യം ചെയ്യണോ അതോ ചെയ്ത എക്സ്പെരിമെന്റ് ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇത് തീരെ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തിട്ടില്ല. അത് നമുക്കിവിടെ എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത് ഒരു PLC പ്രോഗ്രാമിംഗ് ആണ്. PLC പ്രോഗ്രാം നമുക്ക് ചെയ്യണമെങ്കിൽ ബേസിക് ലോജിക് ഗേറ്റ്സ് നമുക്ക് അറിയണം. ആൻഡ് ഗേറ്റ്, നാൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്, എക്സോർ ഗേറ്റ്, ഇതിന് മാത്രം കേസ് എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ നമ്മുടെ മാനുവലുണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അഡ്വാൻസ്ഡ് എക്സ്പെരിമെൻറ്റ് എന്താ വെച്ചാൽ ഫൈനൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പിന്നെ വെച്ച് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു ട്രാഫിക് സിഗ്നൽ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്കൊരു 4 ലാമ്പ് സൈക്ലിക് നമ്മളൊക്കെ ചെയ്ത് പഠിക്കും. പഠിച്ചിട്ട് ട്രാഫിക് സിഗ്നൽ ചെല്ലുമ്പോൾ ലൈറ്റിൻ്റെ ടൈം മാറുന്നല്ലേ ഉള്ളൂ. അപ്പോൾ റെഡിൻ്റെ ടൈം ആയിരിക്കില്ലല്ലോ യെല്ലോയ്ക്ക്, യെല്ലോ ടൈം ആയിരിക്കില്ലല്ലോ ഗ്രീന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ എങ്ങനെ വരിക? ആദ്യം ഓറഞ്ച്, റെഡ്, പിന്നെ ഗ്രീൻ. ഓറഞ്ച്, റെഡ്, ഗ്രീൻ അല്ലേ വരിക? ഓറഞ്ചിൻ്റെ ടൈമല്ല റെഡിന് ടൈമല്ല ഗ്രീൻ. പിന്നെ അവിടുത്തെ ട്രാഫിക് ഡെൻസിറ്റി അനുസരിച്ച് എന്ത് ചെയ്യും? ആ ടൈം വരും. അപ്പോൾ അവരുടെ ഡയറക്ഷൻ അനുസരിച്ചും ടൈം വരും. അപ്പോൾ അത് ടൈം വരണമെന്ന് നമുക്ക് ചെയ്യാമല്ലോ സിമ്പിൾ കേസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലാഡർ പ്രോഗ്രാം എങ്ങനെ വരയ്ക്കാൻ നോക്കാം. നമുക്ക് ഇതാണ് എൻ്റെ കർസർ നിൽക്കുന്ന GX ഡെവലപ്പറാണ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ അതിൽ നേരെ പോവുക. പ്രോജക്റ്റ് ടാസ്ക് ബാറിൽ പ്രോജക്റ്റ് എടുക്കുക, ദെൻ ന്യൂ പ്രോജക്റ്റ് എടുക്കുക, ദെൻ ഓക്കെ എടുക്കുക. അപ്പോൾ അത് ഇങ്ങോട്ട് വിൻഡോ കിട്ടും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത് ലാഡർ ഡയഗ്രാം ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൽ കുറേ സ്വിച്ചസ് ഉണ്ട്. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് കിട്ടും അല്ലേ. അതിൽ നമുക്ക് ഈ ഓപ്പണർ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ സ്വിച്ചസ് വരും. നമുക്ക് വേണ്ടത് ഫസ്റ്റ് നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ്, ഓപ്പൺ ബ്രാഞ്ച്, ക്ലോസ് ബ്രാഞ്ച്, ദെൻ ഈ കാണുന്ന ഔട്ട്പുട്ട്. ഇത്രയും സ്വിച്ചസാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോകുന്ന 4 ലാമ്പ് സൈക്ലിക്കാണ്. അപ്പോൾ എടുക്കുക. ആദ്യമേ നമുക്കൊരു സ്വിച്ച് കൊടുക്കണം ഉണ്ടല്ലേ. ഇതിലേക്കും ആ സ്വിച്ചിൻ്റെ പേര് X0 എന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത് X0 സ്വിച്ച് ഡിവൈസിനകത്ത് X0 ലൂസ് കോണ്ടാക്ട് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് X1 കൊടുക്കുന്നു. ഇതാണ് ഉണ്ടായില്ലേ. അപ്പോൾ അടുത്ത കർസർ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് അതിന് സ്വിച്ചിന് അനുസരിച്ചൊരു ഔട്ട്പുട്ട് നമുക്ക് വേണം. ഔട്ട്പുട്ട് വേണ്ടത് ഇങ്ങനത്തെ ഔട്ട്പുട്ട് കോയിൽ എടുക്കുന്നു, അതിൻ്റെ പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് Y0 ഇത് വരും. Y0 അത് നമുക്കൊരു ടൈമർ കൊടുക്കുന്നുണ്ടോ? ടൈമുണ്ടേ, ടൈമർ കൊടുക്കണം. അപ്പോൾ T1 സ്പേസ് ബാറിൻ്റെ സ്പേസ് K5 മില്ലി സെക്കൻഡാണ്. K50 വന്നില്ലേ? പോയിട്ടില്ല. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ടൈമർ വർക്ക് ചെയ്യും. എത്ര സെക്കൻഡ്? 50 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്യും. അപ്പോൾ ആ സ്വിച്ച് ആ ടൈമർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് വേണം, ഒരു ലൈറ്റ് നമുക്ക് വേണം അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഈ X0 തന്നെ X0 എൻ്റർ. ഇനി എന്ത് ചെയ്യും? അതിന് പേര് കൊടുത്തില്ലല്ലോ, എന്തൊന്നും പറഞ്ഞില്ല. ടൈപ്പ് X0 കിട്ടില്ലേ? ഇനി എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y0 ആണ്. Y0. അപ്പോൾ ഒരു ഇൻപുട്ടും ഒരു സ്വിച്ച് ഇൻപുട്ടായിട്ട് വന്നു, 2 ഔട്ട്പുട്ടും വന്നു അല്ലേ. അപ്പോൾ ഈ X1 എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒന്നില്ലേ. അപ്പോൾ X1 എന്ന സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇത് രണ്ടിലേക്കും പവർ സപ്ലൈ പോകും. അപ്പോൾ രണ്ടും വർക്ക് ചെയ്യും. അപ്പോൾ ടൈമർ 50 മില്ലി സെക്കൻഡ് കഴിയുമ്പം എന്താവണം? ഈ ലൈറ്റ് ഓഫ് ആവണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഒരു ടൈമറിൻ്റെ സ്വിച്ച് കൊടുക്കും. എന്തായാലും കൊടുക്കുക? നോർമലി ഒരു ക്ലോസ് സ്വിച്ച് കൊടുക്കും. എന്താ പേര് കൊടുക്കും? T1 എന്ന് പേര് കൊടുക്കും. കിട്ടിയില്ലയോ? അപ്പോൾ ഇത് കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഒരു സ്വിച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. മാനുവലായിട്ട് സ്വിച്ചല്ലേ ഉള്ളൂ. T1 എന്ന് പറയുന്ന സ്വിച്ച് X0 എന്ന് പറയുന്ന സ്വിച്ച്. ബാക്കിയെല്ലാം ഇതും ഈ 2 ഔട്ട്പുട്ട് ഉപയോഗിച്ച് ഇൻപുട്ട് ആക്കി മാറ്റി നമുക്ക് ഓട്ടോമേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് അടുത്തൊരു സ്വിച്ച് കൊടുക്കും. സ്വിച്ച് കൊടുക്കും
എന്ന് ചോദിച്ചു കൊടുക്കും. ഇത് നമ്മൾ ട്രാവലിൽ ഒരു ലൈറ്റ് കത്തിയിട്ട് അണഞ്ഞിട്ടാണ് അടുത്തേക്ക് കത്തുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുപയോഗിച്ച ടൈമർ സ്വിച്ചിനെടുത്ത് നമുക്ക് ഇവിടുത്തെ ഇൻപുട്ട് ആക്കുക. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കും? നോർമലി ഓപ്പൺ സ്വിച്ച് T1 കൊടുക്കും അല്ലേ? പിന്നെ എന്ത് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത ലൈറ്റിന് വേണ്ടിയുള്ള ടൈമർ നമുക്ക് കൊടുക്കണം അല്ലേ? ടൈമർ ഇപ്പോൾ ഔട്ട്പുട്ട് അല്ലേ? അപ്പോൾ ടൈമറിന് അടുത്ത T2 സ്പേസ് K50 ഇതാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേണ്ടേ? അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ സ്വിച്ച് എൻ്റെ ഇൻപുട്ട് സ്വിച്ച് എന്തായിരിക്കും? T1. അതിന് ഔട്ട്പുട്ട് എന്തായിരിക്കും? Y0 കഴിഞ്ഞു അടുത്ത Y1. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പം എന്തൊക്കെ സംഭവിക്കുന്നത് നോക്കിയിട്ട് എന്താ പറയാൻ പറ്റും? ഓൺ ചെയ്യുമ്പോൾ ടൈമർ 50 മില്ലി സെക്കൻഡ് ആണ്. ആ സമയം വരെ ആ ലൈറ്റ് കത്തും. ടൈമർ ഓഫ് ആകുമ്പോൾ അടുത്ത ലൈറ്റ് അടുത്ത ടൈമർ ഓണായി. അടുത്ത ടൈമർ എങ്ങനെ ഓണാവും? സ്റ്റാറ്റസ് ചേഞ്ച് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ Y0 നമുക്ക് അടയ്ക്കണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ T2ൻ്റെ നോർമലി ക്ലോസ് സ്വിച്ച് കൊടുക്കണം. T2 ഇവിടെ പ്രശ്നം പറ്റി. ഇതായില്ലേ? ആയിരിക്കും. ബാക്കി ഇത്ര ചെയ്തൂടെ? 4 ലാമ്പ് വരെ ചെയ്യാൻ വേണ്ട. ശരി, ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് ഓക്കെ റെഡിയാണല്ലേ? തെറ്റിക്കോട്ടെ. ഈ നമ്മളെ അവിടത്തേക്ക് X1 അല്ലേ? X1 ഇതല്ലേ? ഇത് നമ്മൾ കണക്ട് ചെയ്തു. ഇത് K1. X1 ആണെങ്കിൽ K1 കണക്ട് ചെയ്യും. നമ്മളെ നേരത്തെ കൊടുത്തതോ? അതായത് K1 ഇവിടെ മാനുവൽ. X1 എന്ന് കണ്ടാൽ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് K1 ആണ്. അപ്പൊ ഇനി ഇത് ഇൻപുട്ട് ആണ്, ഇത് ഔട്ട്പുട്ട് ആണ്. എന്താണ്? അപ്പൊ എന്നിട്ട് ഇതിനകത്ത് കോമും ഇതിലെ കോമും തമ്മിൽ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. വയറെടുത്ത് കണക്ട് രണ്ട് കോമിടും. കോം. അപ്പൊ അത് സ്വിച്ച് പോർട്ടിലെ കോമും ഇൻപുട്ട് പോർട്ടിലെ കോമും. ഇത് ഒരു സ്വിച്ച് എടുത്താലും 8 സ്വിച്ച് എടുത്താലും ഇത് കണക്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഇനി എന്താ വേണ്ട? ഇങ്ങോട്ട് നോക്കും. ഇനി എന്താ വേണ്ട? ഇനി വല്ല കണക്ട് ഉണ്ടോ? അല്ലെ T2 T1 അല്ലേ? പിന്നെ Y0 ഔട്ട്പുട്ട് ഉണ്ട്. Y0 കോഡ് കണക്ട്. ഔട്ട്പുട്ടിനെ പോകുമ്പോൾ അതൊന്നുമല്ല. Y0 to L1. Y0 ആണ്. Y0 to L1. L1 അവിടെ ലാമ്പ് 1 അറിയല്ലേ? അടുത്ത Y0 കഴിഞ്ഞു. ഇനി Y1 അവിടെ അതെടുക്കണ്ട, അതൊരുമിച്ച് വെച്ചിരിക്കുക. അല്ലത്തുള്ള വേണ്ട. അത് വേറെ ഉണ്ടല്ലോ. Y1 to L2. ഞാൻ എന്തുകൊണ്ട് L2 പറഞ്ഞു? Y1 Y2 Y3 ഇവരാണ് കറസ്പോണ്ടിങ് ലാമ്പ്. അത് L1 L2 L3 പോകുന്നു. അടുത്ത് വേറെ കാണുമല്ലോ. അതുകൊണ്ട് അപ്പോഴും അവിടെ ഇത് ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ഇത് നോട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നു. അടുത്ത എത്ര വരും? അടുത്ത Y3 L3. അടുത്ത തെറ്റാ നല്ലത്. Y2 എടുത്തോ? Y0 ആയത് എടുത്തേക്കുന്നത്. ഇത് Y1. അടുത്ത Y2 ഇതാണ്. Y2 അല്ലേ പറഞ്ഞേക്കുന്നത്? ഇത് പിന്നെ എനിക്ക് തെറ്റിയാലും മാറ്റി പറയേണ്ട ആളുകൾ നിങ്ങൾക്ക് തെറ്റി ചെയ്യുക. Y3 L4. കാര്യം മനസ്സിലായല്ലേ? മനസ്സിലാകാതെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് എന്തെങ്കിലും കാട്ടിക്കൂട്ട് പോയാൽ കിടക്കുന്നില്ല. ഇത്ര വർഷമല്ലേ? ഇനി ഇതിന്റെ ന്യൂട്രൽ എടുക്കണ്ടേ? ഇത് കോം 0, കോം 1, കോം 2, കോം 3 ആ ഗ്രൂപ്പായിട്ടിരിക്കുന്നുണ്ട്. അതവിടെ 0 വോൾട്ട് കണക്ട് ചെയ്യും. 0 വോൾട്ട് കുത്തോടെ ഒറ്റ കുത്ത് ഏതെങ്കിലും എടുത്തു. ഇനി ഒരാളെടുത്ത് കൊടുക്കും. കോം 0,
അത് Y0ൻ്റെ കോം 0 കോം 0 Y1ൻ്റെ കോം 1 ആ അടുത്ത കിടക്കുന്നു 1 കോം 2 കോം 3 ഇല്ലേ ആ വല്ലാല്ലേ എല്ലാ കണക്ഷനായോ ഇനി 24 എടുക്കണ്ടേ ആണ്ടേ ഈ കോംപ്ലക്സ് എടുത്ത് എന്ത് ചെയ്യണം 24 കണക്ട് ചെയ്യണം ഇവിടെ അല്ലേ നോക്കാം അന്ന് എൻ്റെ കൂടെ എഡിറ്റില്ല അവിടെ എഴുതിയിട്ടുണ്ട് ആ ശരിയല്ലേ അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഇതിന് സോഫ്റ്റ്വെയർ എന്താ ചെയ്യണം കൺവേർട്ട് ചെയ്യണം ഓക്കെ സാറേ കൺവേർട്ട് ചെയ്യണ്ടോ ഇപ്പോൾ ബ്രൈറ്റ് ആയിട്ട് നിൽക്കല്ലേ ആ കൺവേർട്ട് ചെയ്ത് ഇനി കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും നോക്കിയാൽ ഫീഡ് ആയി പോകും ഓക്കെ അപ്പോൾ തന്നെ ഓൺലൈനിലേക്ക് പോവാം ഓൺലൈനിൽ പോയി റൈറ്റ് ടു PLC ഉണ്ടല്ലേ then select all then execute then yes okay then close ഇനി എന്ത് ചെയ്യണം സ്വിച്ച് ഓൺ ചെയ്ത് നോക്കണം അല്ലേ നമുക്ക് ഇവിടെ ഒരു റൺ സ്വിച്ച് ഉണ്ട് അതിൻ്റെ അകത്തെ റൺ സ്വിച്ച് ചെറിയൊരു സ്വിച്ച് ആ സ്വിച്ച് മേളിലോട്ടാക്കണം ഇപ്പോൾ റണ്ണും പവറും ഒന്നുമില്ല ലൈറ്റ് ആ ഇനി ഈ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കും ഈ സ്വിച്ച് ആണോ ആ അത് ഓണാണല്ലോ തോന്നുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ